അതേ അടുക്കളയിൽ പോയാലോ ഒന്ന് അടിപൊളി ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. ചെമ്മീൻ നല്ല മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി നല്ല സെറ്റാക്കി ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് അതേ മഞ്ഞൾ, കുരുമുളക്, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ആക്കിയിട്ട് വെള്ളമൊന്നും ആക്കണ്ട കേട്ടോ. ചെമ്മീൻ കഴുകിയ വെള്ളം തന്നെ ഉണ്ടായാലും ചെറിയ നനവൊക്കെ ഉണ്ടാവും ചെമ്മീൻ്റെ. അപ്പോൾ പിന്നെ വെള്ളമൊന്നും ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പൊക്കെ ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് മസാല എല്ലായിടത്തേക്ക് ആവാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് തിരുമ്മി കുഴച്ചൊന്ന് ഒരു മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായപ്പോൾ വറുക്കാനിടുന്നുണ്ട്. അത് അത് അധികം വറുത്തൊന്നുമില്ല, ഒരു ചെറുതായിട്ട് അപ്പുറം തിരിച്ചു മറിച്ചിട്ട് വറുത്ത്. എന്നിട്ട് അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ കറി സെറ്റാക്കണത്, റോസ്റ്റ് റെഡിയാക്കുന്നത്. പെരുംജീരകം ആ കുഞ്ഞ് സ്പൂൺ കൊണ്ട് ഒറ്റ സ്പൂൺ പെരുംജീരകം ഇട്ടു. അപ്പം അത് അങ്ങനെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു കുടം വെളുത്തുള്ളി, ഒരു കുടം ഫുള്ള് എടുത്തുകൂടാ ഞാൻ വെളുത്തുള്ളി. അതിങ്ങനെ കല്ലിൽ ചതച്ചിട്ട് അതും ഇട്ട് ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. അതൊന്ന് മൂത്തെന്ന് തോന്നിയപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ഒരു ഇഞ്ചി കഷ്ണം, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം എടുത്ത് അതും കല്ലിൽ ചതച്ച് ഇടുന്നുണ്ട്. കണ്ട, അതും ചതച്ചതേ അതിൻ്റെ ഒപ്പം ഇട്ടിട്ട് വാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4 നമ്മുടെ പച്ചമുളകില്ലേ, നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ, 4 പച്ചമുളക് എടുത്തു. അതും ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. എന്നിട്ട് 2 തണ്ട് കറിവേപ്പിലുണ്ട്, ആ കറിവേപ്പിലും ഞാൻ അതിൽ കീറി ഇടുന്നുണ്ട്. അതിക്ക് മുൻപ് സബോള 2 മീഡിയം സൈസ് സബോള എടുത്തുള്ളൂ. കാരണം അധികം സബോള ഒന്നും വേണ്ട, മധുരം വരും, ചെമ്മീനല്ലേ. അപ്പോൾ റോസ്റ്റ് മധുരമാവരുതല്ലോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ കറിവേപ്പില ഇടുന്നത് കേട്ടോ. 2 തണ്ട് കറിവേപ്പില ഇട്ടു. എന്നിട്ട് നല്ലോണം വാട്ടുക, ആ ഒരു പച്ചമുളകൊക്കെ പോകണ വരെ. ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സബോളയിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയും, ഞാൻ പറഞ്ഞു മുളക് പൊടി എരിവില്ല അധികം, അതുകൊണ്ടാണ് 2 എടുക്കുന്നത് കേട്ടോ. പിന്നെ 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും, അതുപോലെ 3/4 ടീസ്പൂണോളം നമ്മുടെ കുരുമുളക് പൊടിയും, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട്. എന്നിട്ട് ഈ മസാലയുടെ ഒരു സ്മെല്ല് ഒന്ന് പോണ വരെ വാട്ടുന്നുണ്ട്. കണ്ടുവോ? അതൊന്ന് വാടി വരുമ്പോൾ എന്ത് ചെയ്തു, ഞാൻ തക്കാളി അത്ര ചെറിയ കഷ്ണമൊന്നും അല്ല കേട്ടോ, ഞാൻ ഇടത്തരം വലിപ്പത്തിലാണ് ഞാൻ അതിനെ മുറിച്ചിട്ടിരിക്കുന്നത്. കണ്ടുവോ? ഈ വലിപ്പത്തിൽ മുറിച്ച് ആ ഒരു തക്കാളി ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് കണ്ടുവോ, തക്കാളിയിലെ വെള്ളം ഇറങ്ങിയിട്ടാണ് കേട്ടോ അത്. എന്നിട്ട് നല്ല പഴുത്ത തക്കാളിയായിരുന്നു, അപ്പോൾ അത് വെള്ളം ഇറങ്ങിയത് തട്ടി നോക്കിയപ്പോൾ തക്കാളി ഓക്കെ, നല്ല അടിപൊളിയായിട്ട് ഉടഞ്ഞ് വെന്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ്, ഒരു 3/4 ടീസ്പൂൺ വേണം, 1/4 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി, ഉപ്പൊക്കെ എല്ലാവിടേക്കും പിടിക്കാൻ പാകത്തിന് ഒന്ന് ഇളക്കിയിട്ട് സെറ്റായപ്പോൾ ഞാൻ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനില്ലേ അത് ഇതിലേക്ക് ഇടുന്നുണ്ട്. കണ്ടുവോ? ഇപ്പം ഇടും കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ ചൂടുവെള്ളം ഒഴിച്ചുവിട്ടാ, ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം. കാരണം ഇതിലേക്കൊക്കെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടേ ചൂടുവെള്ളം അതിൻ്റെ ഇടയിൽ ഒഴിച്ച് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് നല്ലോണം മസാല നമ്മുടെ ചെമ്മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. കണ്ടുവോ? നല്ലോണം ഇളക്കി മസാലയൊക്കെ നമ്മുടെ ചെമ്മീനുമേക്ക് ഒന്ന് പിടിപ്പിച്ചു. ഇളക്കി നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി കഴിച്ചപ്പോൾ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നേ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ആദ്യമായിട്ടല്ല വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നോളൂ. ഒരുപാട് താങ്ക്സ് ആയിട്ട് എല്ലാവർക്കും കൂടെ നിൽക്കുന്നതിനും കാണുന്നതിനും എല്ലാത്തിനും.